നെക്സ്റ്റ് യൂണിറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ മെക്കാനിസം ഓഫ് വേരിയസ് ഡ്രഗ് റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേരിയസ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സിൻ്റെ മെക്കാനിസം ആണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് റൈറ്റ് ഓൺ ഡെഫിനിഷൻ ഓഫ് റിസപ്റ്റാർ. എന്താണ് റിസപ്റ്റാർ എന്ന് ഡിഫൈൻ ചെയ്യണം. ദെൻ റിസപ്റ്റാറിൽ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു അഗോണിസ്റ്റ് ആകാം ആൻറ്റഗോണിസ്റ്റ് ആകാം അന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ റിസപ്റ്റാറിലെ കൺഫോർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു, അത് ആ റിസപ്റ്റാർ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിയസ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആ ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഒരു ഡ്രഗ് എന്ന് പറയുമ്പോൾ എയ്തർ ഇറ്റ് ഈസ് എൻ അഗോണിസ്റ്റ് ഓർ ഇറ്റ് ഈസ് എൻ ആൻറ്റഗോണിസ്റ്റ്, ഏതും ആകാം. അപ്പോൾ ഒരു അഗോണിസ്റ്റ് ആണെങ്കിൽ എന്താണ് മെക്കാനിസം, ആൻറ്റഗോണിസ്റ്റ് ആണെങ്കിൽ എന്താണ് ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ പറയാം. ദെൻ ലിസ്റ്റ് ഔട്ട് വേരിയസ് റിസപ്റ്റാർസ്. 4 ടൈപ്പ് വരുന്നുണ്ടല്ലോ. സോ ആ ടൈപ്സ് ഓഫ് റിസപ്റ്റാർസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓരോ റിസപ്റ്റാറിൻ്റെയും മെക്കാനിസം എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വിത്ത് ഫിഗർ ആയിരിക്കണം അവിടെ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു റിസപ്റ്റാറിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പോൾ ഇവർ എക്സാക്റ്റ് പിക്ചർ വേണം അല്ലെങ്കിൽ വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ആ ഒരു ഡയഗ്രാം കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ ആ ഒരു ഡയഗ്രാം മസ്റ്റാണ്. ഡയഗ്രാം വരച്ചിട്ട് വേണം ഈ ഒരു റിസപ്റ്റാറിൻ്റെ ആ ഒരു മെക്കാനിസം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാർസിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ മെക്കാനിസമാണ്. അപ്പോൾ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാർസിൽ മെയിനായിട്ടും ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റിസപ്റ്റാർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാർസ് എന്താണെന്നുള്ള അതിൻ്റെ ഇൻട്രോ പറഞ്ഞിട്ട് അവിടെ GI, GQ, GS, GO അങ്ങനെ സബ് ടൈപ്സ്, ജി ഇൻഹിബിറ്ററി, ജി സ്റ്റിമുലേറ്ററി ആ കാര്യങ്ങൾ പറയാം. ദെൻ മെയിനായിട്ട് അവിടെ വരുന്ന പാത്വേസ്, അഡിനൈൽ സൈക്ലേസ്, സൈക്ലിക് AMP പാത്വേ വരുന്നുണ്ട്, IP3 DHG പാത്വേസ് വരുന്നുണ്ട്. ദെൻ അയോൺ ചാനൽസിൻ്റെ ഒരു അയോണിക് പാത്വേസും വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ഫിഗർ വരയ്ക്കണം ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാറിൻ്റെ, എന്നിട്ട് വേണം ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഫിഗറിൽ അഗോണിസ്റ്റ് വന്ന്, അതായത് അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് നിങ്ങൾ പറയേണ്ട, മെയിനായിട്ടും അഡ്രിനാലിൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ GS ആണ് അത് ആക്ടിവേഷൻ, ജി സ്റ്റിമുലേറ്ററിനാണ് ആക്ടിവേറ്റ് ആക്കുന്നത്. സോ എന്താ സംഭവിക്കുന്നത്, അവിടെ അഡിനൈൽ സൈക്ലേസിൻ്റെ ആക്ടിവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അഡിനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ആക്കുമ്പോൾ ATP ടു സൈക്ലിക് AMP ആകുന്നതും സൈക്ലിക് AMPൻ്റെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നതും പിന്നെ അത് റിലേറ്റ് ആയിട്ട് ആ ഒരു സീക്വൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ സ്റ്റെപ്സ് എഴുതാം. ഇനി അതേ റിസപ്റ്റാറിൽ അസിറ്റൈൽ കോളിൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ GI ആണ്, ജി ഇൻഹിബിറ്ററി ആണ് ആക്ടിവേറ്റ് ആകുന്നത്. സോ അഡിനൈൽ സൈക്ലേസിനെ ഇൻഹിബിറ്റ് ആക്കുന്ന കാര്യം അതിൻ്റെ പാത്വേസും സ്റ്റെപ്സും പറയാം. ദെൻ അടുത്തത് IP3 DHG പാത്വേസ്. സോ അവിടെ ഹിസ്റ്റമൈൻ ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. IP2 ആക്ടിവേറ്റ് ആകുന്നതും IP3 DHG പാത്വേസ് ആക്ടിവേറ്റ് ആകുന്നതും അത് മീഡിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസുകൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, ഇത്ര കാര്യങ്ങൾ അവിടെ പറയണം ആ ഒരു ഫിഗർ വരച്ചിട്ട്. ദെൻ അയോൺസിൻ്റെ ഡയറക്റ്റായിട്ട് അയോണിക് ചാനൽസിൻ്റെ ആക്ടിവേഷനും വരുന്നുണ്ട്. സോ അതും കൂടെ പറയാം. അപ്പോൾ അത്ര കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാറിൻ്റെ മെക്കാനിസം കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇതെല്ലാം വിത്ത് ഫിഗർ ആയിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ അക്യൂട്ട് ആൻഡ് ക്രോണിക് ടോക്സിറ്റിയുടെ ഡെഫിനിഷനും അതുപോലെ പോയ്സണിങ്ങിൻ്റെ ജനറൽ പ്രിൻസിപ്പിളാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയ്സണിങ്. അപ്പോൾ ഈ ടോക്സിറ്റീസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. സോ ആഫ്റ്റർ ദാറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയ്സണിങ്ങിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്താണ്. അപ്പോൾ അവിടെ ആദ്യം തന്നെ എന്താണ് പോയ്സണിങ് എന്നുള്ള ഡെഫിനിഷൻ കൊടുക്കണം. അതിന് ശേഷമായിരിക്കണം നിങ്ങൾ ആ ഒരു പോയ്സണിങ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റിൻ്റെ വേരിയസ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു phase 1, phase 2, phase 3, phase 4 phase 1, phase 2, phase 3, phase 4 ട്രയൽസ് ആണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. സോ ന്യൂ ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഒരു 10 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, phase 1 ഉള്ള കാര്യങ്ങൾ, അതായത് അവിടെ ഓരോ ഇതിലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് എത്രയാണ് എടുക്കേണ്ടത്. സോ ഫസ്റ്റ് ഫേസിലാണെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് അല്ല ഹെൽത്തി വോളണ്ടിയേഴ്സ് ആണ് എടുക്കേണ്ടത്. സോ ഹെൽത്തി വോളണ്ടിയേഴ്സ് ആണെങ്കിൽ എത്ര എണ്ണം, നമ്പർ ഓഫ് വോളണ്ടിയേഴ്സ്. ദെൻ അവിടെ ഒരു ഡ്രഗിൻ്റെ എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, ഡ്രഗിൻ്റെ എഫിക്കസി ആണോ അതല്ല ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ, എന്താണ് ആ ഒരു ഫേസിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതവിടെ പറയണം.
ദെൻ ഫേസ് ടു ആകുമ്പോൾ പേഷ്യൻസ് ആണ് നമ്മളവിടെ എടുക്കുന്നത്. സോ പേഷ്യൻസ്, എത്ര പേഷ്യൻസ്, നമ്പർ ഓഫ് പേഷ്യൻസ്, എന്താണ് ഡ്രഗിൻ്റെ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ ഫേസ് 3 പറയാം. ദെൻ ഫേസ് 4 ആകുമ്പോൾ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവീലിയൻസ് ആണ്. സോ ഡ്രഗ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി. സോ ആഫ്റ്റർ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അഡ്വേഴ്സ് എഫക്റ്റുകൾ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഫേസ് 4 നോക്കുന്നത്. ഇവിടെ ഡ്രഗ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 ഫേസുകളാണ് പറയേണ്ടത്. സോ ഡ്രഗ് ഡിസ്കവറി എന്താണ്, അതിൽ കുറച്ച് ലീഡ് ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് പ്രോസസ്സുകൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ആദ്യം ലീഡ് കോമ്പൗണ്ടിൻ്റെ ആദ്യം ടാർഗറ്റ് വാലിഡേഷനാണ്, ദെൻ ലീഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ലീഡ് കോമ്പൗണ്ടിൻ്റെ വാലിഡേഷൻ, അങ്ങനെ അതിൽ സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ എത്ര സ്റ്റെപ്സ് ഉണ്ടോ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇനി ഓരോന്നും നമുക്ക് ചെയ്യാനായിട്ട് കുറേ സോഫ്റ്റ്വെയർസും അങ്ങനെ കുറേ പുതുതായിട്ട് നമുക്കുള്ള ടെക്നിക്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ടൈം അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡ്രഗ് ഡിസ്കവറി എന്നുള്ള കാര്യം പറയണം. ഇനി അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് അത് പറഞ്ഞിരിക്കണം. അതായത് ലീഡ് ഐഡൻറ്റിഫിക്കേഷൻ തൊട്ടുള്ള സ്റ്റെപ്സ് പറയാം. ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും ഒരു 2-3 ലൈൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതണം. സോ ആഫ്റ്റർ എന്ത് ചെയ്യണം, ഫേസുകളുടെ കാര്യങ്ങൾ, അതായത് ഫേസ് 1, 2, 3, 4 എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത്ര കാര്യങ്ങൾ എഴുതുമ്പോഴേ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഫേസ് മാത്രം എഴുതി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യരുത്. ലീഡ് ഡിസ്കവറി തൊട്ടുള്ള കാര്യങ്ങൾ, ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ലീഡ് ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനെ ലീഡ് കോമ്പൗണ്ടിൻ്റെ ഡിസ്കവറി, അത് തൊട്ടുള്ള ആ ഒരു വാലിഡേഷൻ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് എഴുതിയിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. സോ ഇതൊക്കെയാണ് 10 മാർക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 5 മാർക്സ് ആണ്. 5 മാർക്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കുന്നത് ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലിൻ്റെ ട്രാൻസ്ഡക്ഷൻ മെക്കാനിസം ആണ്. അതായത് ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലിൻ്റെ ഫിഗർ വരച്ചിട്ട് ഗേറ്റ് ഓപ്പൺ ആവണതും ക്ലോസ് ആവണ മെക്കാനിസം ആണല്ലോ. സോ അതിൻ്റെ ആ ഒരു മെക്കാനിസം ആസ് നിങ്ങൾ എഴുതണം. അപ്പോൾ അതിന് മുന്നേ റിസപ്റ്റാർ എന്താണെന്നുള്ള ആ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുക്കണം. എന്നിട്ട് ടൈപ്സ് ഓഫ് റിസപ്റ്റാർസ് പറയാം. അതിൽ നിന്ന് ഈ ഒരു ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, റിസപ്റ്റാർ മാറുന്നേ ഉള്ളൂ. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാർ ആകുന്നു. സോ ജി പ്രോട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റാർസ് ആണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റാർസിൻ്റെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താ, ആ റിസപ്റ്റാറിൻ്റെ ഫിഗർ, റിസപ്റ്റാറിൻ്റെ ആ ഒരു മെക്കാനിസം, അതാണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ റിസപ്റ്റാർ ഏത് ചോദിച്ചാലും വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കണം. ദെൻ ജാക്സ്റ്റാറ്റ് റിസപ്റ്റാറിൻ്റെ പാത്വേസ്, ഇത് എൻസൈം ലിങ്ക്ഡിൽ വരുന്നതാണ് ജാക്സ്റ്റാറ്റ്. സോ അതിൻ്റെ ആ ഒരു ഫിഗർ വരയ്ക്കുക, എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മെക്കാനിസം എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്തത് ഡോസ് റെസ്പോൺസ് കർവ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഡോസ് റെസ്പോൺസ് കർവ് എന്താണെന്ന് പറയാം. ആഫ്റ്റർ ദാറ്റ് ഓരോ കർവും നിങ്ങൾ വരച്ചിട്ട് അതെന്ത് മീൻ ചെയ്യുന്നു എന്നുള്ളൊരു ഗ്രാഫ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഫാർമക്കോ കൈനറ്റിക് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഡ്രഗ് ഇൻട്രാക്ഷൻ എന്താണെന്നുള്ള ഡെഫിനേഷൻ കൊടുക്കുക. ഫാർമക്കോ കൈനറ്റിക്കും ഫാർമക്കോ ഡൈനാമിക് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടെന്ന് പറയാം. അതിൽ നിന്ന് ഫാർമക്കോ കൈനറ്റിക് ഡ്രഗ് ഇൻട്രാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അപ്പോൾ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ADMEയിൽ വരുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഓരോന്നിനും ഒരു ഡ്രഗ് എക്സാമ്പിൾ കൊടുത്തിട്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇൻട്രാക്ഷൻ ആണ്. ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻസ് എഴുതാം, 2 എക്സാമ്പിൾ കൊടുക്കുക. നെക്സ്റ്റ് അക്യൂട്ട് ടോക്സിറ്റി സ്റ്റഡിയുടെ ഇവൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അക്യൂട്ട് ടോക്സിറ്റി സ്റ്റഡി എന്താണെന്ന ഡെഫിനിഷൻ, അതിൽ വരുന്ന എത്ര ഡേയ്സ് ആണ് അക്യൂട്ട് ടോക്സിറ്റി സ്റ്റഡീസ് ചെയ്യുന്നത്. ആ അക്യൂട്ട് ടോക്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡ്യൂറേഷൻ, ഒരു 14 ഡേയ്സ് 14 കേട്ടോ, അതായത് 2 വീക്സ് ഉള്ളൊരു സ്റ്റഡിയാണ്. സോ ഈ ഒരു 2 വീക്സിൽ ഈ പറയുന്ന ഡ്രഗിൻ്റെ ആ ഒരു സൈഡ് എഫക്ട്സ് ആണ് നമ്മളവിടെ നോക്കുന്നത്. പിന്നെ അക്യൂട്ട് ടോക്സിറ്റിയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അക്യൂട്ട് ടോക്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ് അവിടെ സിംഗിൾ ഡോസേ കൊടുക്കുന്നുള്ളൂ. ഒരു പെർട്ടിക്കുലർ അനിമൽ സ്പീഷീസിന് ഡ്രഗിൻ്റെ സിംഗിൾ ഡോസാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണത്. ഒറ്റ ഡോസേ കൊടുക്കുകയുള്ളൂ. സോ ഒറ്റ ഡോസ് നമ്മളൊരു ദിവസം കൊടുക്കുന്നു. സോ കൊടുത്ത ദിവസം തൊട്ട് 14 ദിവസം നമ്മൾ അനിമലിനെ ഒബ്സർവ് ചെയ്യാണ്, എന്തെങ്കിലും ടോക്സിറ്റീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡ്രഗ് ഡിഫറെൻറ്റ് ഡോസ് ലെവലിൽ നമുക്കിവിടെ കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു ഡോസ് മീൻസ് നമ്മൾ സ്റ്റഡി തുടങ്ങുമ്പോൾ അക്യൂട്ട് ടോക്സിറ്റി ആണെങ്കിൽ ഒറ്റ ഡോസേ കൊടുക്കുകയുള്ളൂ. ആ ഒരു ഡോസ് കൊടുത്തിട്ട് 14 ദിവസം അനിമലിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് സൈൻസ് ഉണ്ടാകുന്നുണ്ടോ നോക്കും.
ആ ഒരു ഡോസിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡോസ് കൊടുക്കാം, വീണ്ടും 14 ദിവസം ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഒരു 14 days ആണ് നമ്മളിവിടെ ഒബ്സർവേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ആ 14 days നമ്മൾ ആനിമലിനെ ഒബ്സർവ് ചെയ്യുന്നു. ആൻഡ് ദ ഡ്രഗ് ഷുഡ് ബി ഗിവൺ അറ്റ് എ സിംഗിൾ ഡോസ് ആണ് കൊടുക്കണേ ഇൻ എ പെർട്ടിക്കുലർ ആനിമൽ സ്പീഷീസ് ആയിരിക്കും. സോ അതാണ് ആ ഒരു അക്യൂട്ട് ടോക്സിറ്റിയുടെ വരുന്നത്. സോ അത് പ്രിൻസിപ്പിൾസ് ഓഫ് ടോക്സിക്കോളജിയിൽ വരുന്ന ആ ഒരു ടോപ്പിക്കാണ് അക്യൂട്ട് ടോക്സിറ്റി എന്നുള്ളതും കൂടെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ phase 3 ക്ലിനിക്കൽ ട്രയലിൻ്റെ ഡിസൈനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ 4 phase ഉണ്ട് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയാം. phase 3 എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് മീൻസ് പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റഡിയിൽ. സോ നമ്പർ ഓഫ് പേഷ്യൻസ് എത്ര ഉണ്ട് എന്നുള്ളത് പറയണം. ദെൻ എന്തിനാണ് ആ സ്റ്റഡി ചെയ്യുന്നത്, അതായത് ആ phase 3 നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡ്രഗിൻ്റെ എന്തൊക്കെ എഫക്ട്സ് ആണ് നമ്മൾ ആ ഒരു phase 3 പഠിക്കുന്നത്, സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ phase 3 ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വേണം അവിടെ പറയാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്ന പോലെ ക്ലിനിക്കൽ ട്രയലാണ്. സോ ഡ്രഗ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ്. അത് പറയുക ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പോലുള്ള സ്റ്റെപ്സ് പറയുക. ദെൻ 4 phase ഉണ്ട് ഡ്രഗ് ഡെവലപ്മെൻറ്റിന്. സോ 3rd phase എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ക്ലിനിക്കൽ ട്രയലിൽ 3rd phase കുറിച്ച് പറയുക. അപ്പോൾ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ക്ലിനിക്കൽ മീൻസ് ഹ്യൂമൻ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻസിന് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റഡീസാണ് നമ്മൾ ക്ലിനിക്കൽ എന്ന് പറയുന്നത്. നോൺ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ആനിമൽസ് ആയിരിക്കും. സോ ആഫ്റ്റർ നോൺ ക്ലിനിക്കൽ സ്റ്റഡി ഈ ഒരു ഡ്രഗ് എഫക്റ്റീവാണ്, പ്രശ്നമൊന്നും ഇല്ല, അഡ്വേഴ്സ് എഫക്റ്റ് ഒന്നും ആനിമൽസിൽ കാണിച്ചില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡ്രഗ് ക്ലിനിക്കൽ ട്രയലിലേക്ക് വിടുകയുള്ളൂ. അതായത് ആനിമൽസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹ്യൂമൻസിന് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഒരു phase 3 ക്ലിനിക്കൽ ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയ്സണിങ്ങിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പോയ്സണിങ് എന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ പോയ്സണിങ്ങിൽ നമ്മൾ കൊടുക്കണം ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ആൻറ്റിഡോട്ടൊക്കെ വരുമല്ലോ ഈ ഒരു പോയ്സണിങ് ട്രീറ്റ്മെൻറ്റിൽ. സോ നിങ്ങൾക്ക് അറിയുന്ന ആൻറ്റിഡോട്ട്സൊക്കെ അവിടെ എക്സാമ്പിളായിട്ട് എഴുതാം. ഓപ്പിയോയിഡ്സിൻ്റെ ആൻറ്റഗോണിസ്റ്റ് എഴുതാം, ദാറ്റ് മീൻസ് ആൻറ്റിഡോട്ടുകൾ. അതുപോലെ തന്നെ ബെൻസോഡയസെപ്പിൻ്റെ ആൻറ്റിഡോട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ടും പഠിച്ച ആ 2 കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആൻറ്റിഡോട്ടിൻ്റെ എക്സാമ്പിളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോളജിക്കൽ ക്ലോക്ക് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ആണ്. അതായത് സർക്കാഡിയൻ വൃദ്ധമാണ് വരുന്നത്. സോ ബയോളജിക്കൽ ക്ലോക്ക് വരയ്ക്കുക, ഓരോ ടൈമിലും റിലീസാകുന്ന ഹോർമോൺസിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു സർക്കാഡിയൻ വൃദ്ധം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ദെൻ ക്രോണോഫാർമക്കോളജിയുടെ കാര്യം പറയാം. ദെൻ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് വരച്ചിട്ട് ഓരോ ടൈമിലും റിലീസാകുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചേക്കുന്നത്. അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡ്രഗിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടുക, അഡ്വേഴ്സ് എഫക്റ്റ് കുറയ്ക്കുക. അതായത് ഡ്രഗിൻ്റെ എഫക്റ്റ് മാക്സിമൈസ് ചെയ്യുക, അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റിനെ മിനിമൈസ് ചെയ്യുക. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോണോഫാർമക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഡ്രഗും ഏത് ടൈമിൽ കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ ആ ഒരു ക്രോണോഫാർമക്കോളജി നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിൽ പല സെക്ഷൻ അല്ലെങ്കിൽ പല ടൈപ്പ് തെറാപ്പിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു 2-3 തെറാപ്പീനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ആ ഡ്രഗ് രാവിലെ ആണെങ്കിൽ എന്തുകൊണ്ട് രാവിലെ കൊടുക്കുന്നു, വൈകിട്ടാണെങ്കിൽ എന്തുകൊണ്ട് ആ ഡ്രഗ് വൈകിട്ട് കൊടുക്കുന്നു, ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ രീതിയിൽ വേണം ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എഴുതാനായിട്ട്. സോ ഇത്രയാണ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 2 മാർക്സ് ആണ്. 2 മാർക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലിൽ ആക്ട് ചെയ്യുന്ന 2 ഡ്രഗിന് എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ 2 ഡ്രഗ് എഴുതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ അയോൺ ചാനൽസിനെ ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും എക്സാമ്പിൾസ് എഴുതിയാൽ മതി. ലൈക്ക് ഇപ്പോൾ ബെൻസോഡൈസപ്പീൻസ് ഈ പറയുന്ന പോലെ അയോൺ ചാനൽസിനെ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഡ്രഗാണല്ലോ. ക്ലോറൈഡ് ചാനലിൻ്റെ ഓപ്പണിംഗ് അല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ എഴുതാം. പിന്നെ എപ്പിലെപ്സി, ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സൊക്കെ ഈ പറയുന്ന പോലെ സോഡിയം ചാനൽസിനെയൊക്കെ ബ്ലോക്ക് ആക്കുന്ന മെക്കാനിസമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സും ഈ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ നിക്കോട്ടിനിക് കോളിനർജിക് ഡ്രഗ്സ്, നിക്കോട്ടിനൊക്കെ ഈ പറയുന്ന പോലെ അയോൺ ചാനൽസ് വഴിയുള്ള മെക്കാനിസമാണ്.
സോ നിക്കോട്ടിൻ്റെ ആ ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ റിസപ്റ്റാർ എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ടൈം അനുസരിച്ചാട്ടോ, ഡെഫിനിഷൻ പറ്റുവാണെങ്കിൽ ഡിഫൈൻ ചെയ്യുക. ദെൻ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ എന്താണെന്ന് എഴുതുക, അതിനെക്കുറിച്ചൊരു 2-3 ലൈൻസ് എഴുതിയിട്ട് ദെൻ എക്സാമ്പിൾ കൊടുക്കുക. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ എഴുതിയിട്ട് ആ ഡ്രഗ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അതായത് ആ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളത് പറയണം. ഇപ്പോൾ ബെൻസോഡൈസെപ്പീനൊക്കെയാണ് നിങ്ങൾ എക്സാമ്പിൾ എഴുതണമെങ്കിൽ അവർ ഈ അയോൺ ചാനൽ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന മെക്കാനിസം അല്ലോ, ഗേറ്റഡ് മെക്കാനിസം അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ചാനലിനെ ഓപ്പൺ ചെയ്യാണ് എന്നുള്ള കാര്യം പറയുക. ക്ലോറൈഡ് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ. ദെൻ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാർസിന് 2 മാർക്സ് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാറിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് 3 പാത്വേസ് ഉണ്ടെന്ന് പറയാം. അതായത് അഡനൈൽ സൈക്ലേസ്, സൈക്ലിക് AMP, IP3DAG, അയോൺസിൻ്റെ പാത്വേസ് 3 പാത്വേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഡ്രഗ് ഏതൊക്കെ രീതിയിലാണ് ഏത് പാത്വേ വഴി ആക്ട് ചെയ്യുന്നു, ഏതെങ്കിലും ഒന്നിനെ കുറിച്ചൊരു ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. അടുത്തത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാർസിൻ്റെ എനി 2 മേജർ ഇഫക്റ്റർ പാത്വേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡനൈൽ സൈക്ലേസ്, സൈക്ലിക് AMP പാത്വേയും IP3DAG പാത്വേസ്, PIP2 പാത്വേസും എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയും ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റാർ എന്താണെന്ന് എഴുതണം, ഡിഫൈൻ ചെയ്യണം, ഫിഗർ വരച്ചിട്ട് വേണം ഈ ഒരു പാത്വേസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. 2 മാർക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ ടൈം കിട്ടുവാണെങ്കിൽ വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തത് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ആണ്. സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബോഡിയിൽ മെയിനായിട്ടും റിലീസാകുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ കൂടെ റിലീസാകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ നമ്മുടെ കാൽഷ്യം അയോൺസ്, അതുപോലെ സൈക്ലിക് AMP, അതുപോലെ അയനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, ഡൈ അസൈൽ ഗ്ലിസറോൾ, അതായത് IP3DAG, സൈക്ലിക് AMP, അതുപോലെ കാൽഷ്യം അയോൺസ്, ഇതെല്ലാം സെക്കൻഡറി മെസ്സഞ്ചേഴ്സിന് വരുന്ന അല്ലെങ്കിൽ സെക്കൻഡറി മെസ്സഞ്ചേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സ്മോൾ ഇൻട്രാസെല്ലുലാർ മോളിക്യൂൾസ് ആയിരിക്കും. ഇവരെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സിൻ്റെ ആ ഒരു ആക്ഷൻസിനെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസിനെ ഇൻക്രീസ് ആക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ ഒരു സെക്കൻഡ് മെസ്സഞ്ചേഴ്സിന് വരുന്നത്. അപ്പോൾ അതൊരു സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ ടെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും എക്സാമ്പിൾസ്, അതായത് ഏതൊക്കെയാണ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്, അതിൻ്റെ വാട്ട് ഈസ് ദ പർപ്പസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മെസ്സഞ്ചറിൻ്റെ ഡെഫിനിഷനായിട്ടത് ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്, ഒരു സെല്ലാണത് റിലീസാക്കുന്നത്. ഫസ്റ്റ് മെസ്സഞ്ചേഴ്സിൻ്റെ കൂടെ റിലീസാകുന്ന ആൾക്കാരാണ് ഈ ഒരു സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരും ഈ പറയുന്ന പോലെ നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസിനെ ട്രിഗർ ചെയ്യാനുള്ളൊരു കഴിവ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനുമുണ്ട്. അതായത് സെല്ലുലാർ ലെവലിൽ സെല്ലിൻ്റെ പ്രോലിഫറേഷൻ, ഡിഫറൻഷിയേഷൻ, അപ്പോപ്റ്റോസിസ്, സെൽ സർവൈവൽ, സെൽ മൈഗ്രേഷൻ, ഇതിനെല്ലാം ഇങ്ങനത്തെ ഫിസിയോളജിക്കൽ ചേഞ്ചസിലൊക്കെ ട്രിഗർ ചെയ്യാനുള്ളൊരു കഴിവ് ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സും ഈ പറയുന്ന പോലെ ഇൻട്രാസെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്, സൈക്ലിക് AMP, സൈക്ലിക് GMP, IP3, അതായത് അയനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, DAGകൾ, ഡൈ അസൈൽ ഗ്ലിസറോൾ, കാൽഷ്യം, ഇതൊക്കെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിന് എക്സാമ്പിൾ ആണെന്നുള്ള രീതിക്ക് എഴുതണം. അപ്പോൾ അതാണ് ആ ഒരു സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. അപ്പോൾ അതിൽ തന്നെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോഫോബിക് മോളിക്യൂൾസ്, ഹൈഡ്രോഫിലിക് മോളിക്യൂൾസ്, ഗ്യാസസ്, അങ്ങനെ 3 രീതിയിൽ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഒന്ന് ഹൈഡ്രോഫോബിക്കിന് എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ ഡൈ അസൈൽ ഗ്ലിസറോൾ, അതായത് DAG അതിൽ വരുന്നൊരു എക്സാമ്പിളാണ്. പിന്നെ ഫോസ്ഫാറ്റിഡൈൽ അയനോസിറ്റോളുകളും അതിൽ വരുന്ന എക്സാമ്പിളാണ്. ഹൈഡ്രോഫിലിക്കാണ് സൈക്ലിക് AMP, സൈക്ലിക് GMP, IP3, കാൽഷ്യം ഒക്കെ. അതുപോലെ ഗേഷ്യസ് സെക്കൻഡ് മെസ്സഞ്ചറിന് എക്സാമ്പിളാണ് നൈട്രിക് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അടുത്തത് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ്. സോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗിന് കൂടുതലാണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറവാണെങ്കിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ പറയുക, എന്താണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്നുള്ള ഒരു ഡെഫിനിഷൻ അവിടെ പറയണം. അതായത് നമ്മൾ ഡ്രഗിൻ്റെ സേഫ്റ്റി, റിലേറ്റീവ് സേഫ്റ്റി ഓഫ് എ ഡ്രഗ് നമ്മൾ മെഷർ ചെയ്യണത് അതിൻ്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വെച്ചിട്ടാണ്.
അപ്പോൾ ഒരു ഡ്രഗിന് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഡ്രഗ് അത്രയും സേഫാണ്, സേഫ്റ്റി ഉണ്ട് ആ ഡ്രഗിന്. അതാണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്ന ആ ഡ്രഗിൻ്റെ സേഫ്റ്റിയാണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രഗിന് ലാർജർ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഡ്രഗ് സേഫാണ് ആ ഡ്രഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രഗ് ഡോസിൽ ചെറിയ വ്യത്യാസം വന്നു. ഇപ്പോൾ ഡോസ് ഒന്ന് ഇച്ചിരി കൂടിപ്പോയി കഴിച്ചാൽ പോലും നമുക്കതൊരു ലീത്തൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. കാര്യം അതിന് നല്ല തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രഗ് സേഫാണ് എന്നുള്ളൊരു മീനിങ് ആണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഓർത്ത് വയ്ക്കുക, തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. അപ്പോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ അത് കൂടുമ്പോൾ എന്താണ് വരുന്നത്, ആ ഒരു കാര്യം അവിടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡ്രഗ് മോർ ഡേഞ്ചർ ആവും. എന്ന് വെച്ചാൽ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഡ്രഗ് സേഫാണ്. പക്ഷേ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഡ്രഗ് ഡേഞ്ചറസ് ആണ്. ദാറ്റ് മീൻസ് ഒരു ചെറിയ ഡോസ് ചേഞ്ച് വന്നാൽ പോലും ഭയങ്കര സെൻസിറ്റീവായിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ സേഫ്റ്റി കുറവായിരിക്കും തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. ആ രീതിയിൽ അത് എഴുതാം. അടുത്ത തെറാപ്യൂട്ടിക് ഇൻഡെക്സും സിഗ്നിഫിക്കൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡ്രഗിൻ്റെ ഡോസ് റിലേറ്റ് ആയിട്ടുള്ളതാണ് വരുന്നത്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഡ്രഗിൻ്റെ സേഫ്റ്റി കൂടുതലായിരിക്കും, അത് കുറവാണെങ്കിൽ ഡ്രഗിൻ്റെ സേഫ്റ്റി കുറവായിരിക്കും. അപ്പോൾ ചെറിയൊരു ഡ്രഗിൻ്റെ ഡോസ് വേരിയേഷൻ വന്നാലും ഇൻഡെക്സ് കൂടുതലുള്ള ഡ്രഗ് ആണെങ്കിൽ, തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൂടുതലുള്ള ഡ്രഗ് ആണെങ്കിൽ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറവുള്ളൊരു ഡ്രഗ് ആണെങ്കിൽ അതിൻ്റെ ഡോസ് കുഞ്ഞതായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും എന്ത് സംഭവിക്കും? ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീത്തലായിട്ടുള്ള സൈഡ് എഫക്ട്സ് അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ മീഡിയൻ ലീത്തൽ ഡോസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് പറയാം. നമ്മൾ ആ ഒരു മീഡിയൻ ലീത്തൽ ഡോസ് ഉദ്ദേശിക്കുന്ന LD50 ആട്ടോ. നമ്മൾ LD50 മീഡിയൻ ലീത്തൽ ഡോസ് എന്ന് ഉള്ളത് ഉദ്ദേശിക്കുന്നത്. സോ LD50 എന്താണെന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അത് പറയണം. ഓക്കെ, ഇപ്പോൾ ലീത്തൽ ഡോസിനെയാണ് നമ്മൾ മീഡിയൻ ലീത്തൽ ഡോസ് ഓർ LD50 എന്നാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീത്തൽ ഡോസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ലീത്തൽ ഡോസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതായത് ലീത്തൽ ഡോസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡോസ് റിക്വയർഡ് ടു കിൽ ഹാഫ് ദ മെമ്പേഴ്സ് ഓഫ് എ ടെസ്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ സ്പെസിഫൈഡ് ടെസ്റ്റ് ഡ്യൂറേഷൻ. അതായത് ലീത്തൽ ഡോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആ ഒരു ഡോസ്, അതായത് ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ, നമ്മൾ എടുക്കുന്ന സ്റ്റഡി പോപ്പുലേഷൻ്റെ ഹാഫ് പീപ്പിൾ അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ കില്ലാകാൻ വേണ്ട ഡോസ്, അതിനാണ് നമ്മൾ LD50 എന്ന് പറയുന്നത്. 50 മീൻസ് ഹാഫ്, 100ൻ്റെ ഹാഫ് എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. സോ LD50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീത്തൽ ഡോസ്, ലീത്തൽ മീൻസ് ഡെത്ത് ആകുന്ന ഡോസ്. അപ്പോൾ ഒരു 50% ആൾക്കാരെ കില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 50% നമ്മൾ എടുത്ത ആ ഒരു സ്റ്റഡി പോപ്പുലേഷനിൽ 50% ഡെത്ത് ഉണ്ടാകാൻ എത്ര ഡോസ് വേണം, അതിനാണ് നമ്മൾ LD50 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ LD50 എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങളവിടെ എഴുതണം. ദെൻ അത് കാണാനുള്ള അതിൻ്റെ ഒരു LD50 എന്നാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം അതും കൂടെ അതിൻ്റെ ഒപ്പം റെപ്രസെൻ്റ് ചെയ്ത് എഴുതണം. നമ്മൾ ഈ ഒരു ലീത്തൽ ഡോസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മീഡിയൻ ലീത്തൽ ഡോസ് നമുക്ക് തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, ഒരു ന്യൂ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ലീത്തൽ ഡോസ് നോക്കുന്നത്. അപ്പോൾ LD50 എന്ന് ഉദ്ദേശിക്കുന്നത് L സ്റ്റാൻഡ്സ് ഫോർ ലീത്തൽ, D സ്റ്റാൻഡ്സ് ഫോർ ഡോസ്, ദെൻ 50%. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുന്നു, അതായത് നമ്മൾ ആനിമൽസിനെയാട്ടോ എടുക്കുന്നത്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, എക്സ്പെരിമെൻ്റൽ ആനിമൽസ് നമ്മൾ എടുക്കുന്നു. ആ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പെരിമെൻ്റൽ ആനിമൽസിലെ 50% പോപ്പുലേഷൻ, അതായത് 50% ആനിമൽ ഡെത്ത് ആകാൻ വേണ്ട ഡോസ് എത്രയാണ്, ആ ഡോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, LD50 എന്ന് പറയുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ്. അതായത് തെറാപ്യൂട്ടിക് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു LD50 ഡിവൈഡഡ് ബൈ ED50 ആണ്. LD50 എന്ന് പറയുമ്പോൾ മീഡിയം ലീതൽ ഡോസും ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ എഫക്റ്റീവ് ഡോസ് എന്നാണ് പറയുക. അപ്പോൾ ലീതൽ ഡോസ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡോസ്, അതാണ് നമ്മുടെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പുതിയ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു മീഡിയൻ ലീതൽ ഡോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ, ലീതൽ ഡോസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം.
അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രഗ് ആക്ഷൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് മോഡിഫൈയിങ് ഡ്രഗ് ആക്ഷൻ. അത് നമ്മൾ ആ ഡൈനമിക്സിൽ വരുന്ന പോർഷനാണ്. അത് കൃത്യമായിട്ട് ആ ഡൈനമിക്സിൽ പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ ഡൈനമിക്സ് എന്താണെന്ന് പറയുക, ഈ എന്യൂമറേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ടൊരു 1-2 ഫാക്ടേഴ്സ് 2-3 ലൈൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ നെയിം ദ ടൈപ്സ് ഓഫ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഡിഫൈൻ ചെയ്യുക. ദെൻ നമ്മളൊരു റോംസൺ ആൻഡ് ക്ലാസിഫിക്കേഷനും അങ്ങനെ 2 രീതിയിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നിങ്ങളവിടെ പറയണം. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട് വേണം അത് എഴുതാനായിട്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ IDR ഡെഫിനിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റൗളിൻസ് ആൻഡ് തോംസൺ ക്ലാസിഫിക്കേഷനും വിൽസ് ആൻഡ് ബ്രൗൺ ക്ലാസിഫിക്കേഷനും. അപ്പോൾ ആ റൗളിൻസ് ആൻഡ് തോംസൺ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ടൈപ്പ് എ ടൈപ്പ് ബി എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. വിൽസ് ആൻഡ് ബ്രൗൺ ആണെങ്കിൽ ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് സി ടൈപ്പ് ഡി ടൈപ്പ് ഇ എഫ് ജി എച്ച് യു ഇത്രയും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനും ആ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ബോക്സ് ആസച്ച് നിങ്ങളങ്ങനെ വരച്ച് വെച്ചാൽ മതിയാകും ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ. എടുത്തവർ ചോദിച്ചിട്ടുണ്ടല്ലോ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതുകൊണ്ട് എന്തായാലും നമ്മൾ ആ ഒരു ക്ലാസിഫൈ ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ട്. ഓക്കെ, നെയിം ദ ടൈപ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്സിനെ നമ്മൾ 2 ടൈപ്പ് മീൻസ് 2 രീതിയിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന സബ് ടൈപ്സും കൂടെ നിങ്ങൾ എഴുതാം. ഡ്രഗിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറ്റുവാണെങ്കിൽ വിത്ത് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ എഴുതാം. ദെൻ എനി ഫാർമക്കോ കൈനറ്റിക് ഡ്രഗ് ഇൻറ്ററാക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കൈനറ്റിക് എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ എല്ലാത്തിലും ഇൻറ്ററാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇനി 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അബ്സോർപ്ഷനിലുള്ളതോ ഡിസ്ട്രിബ്യൂഷനിലോ നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അറിയുന്നത് ആ ഒരു റിയാക്ഷൻ അങ്ങനെ എഴുതിയാൽ മതി. ദെൻ ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയലാണ്. സോ 4 ഫേസ് ഉണ്ട്. ഓരോ ഫേസിനെ കുറിച്ചും എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതണം. ദെൻ റോൾ ഓഫ് പ്ലാസിബോ ഇൻ ക്ലിനിക്കൽ ഇവാലുവേഷൻ ഓഫ് ഡ്രഗ് ആണ്. സോ പ്ലാസിബോ എന്ന് പറയുമ്പോൾ ആക്ച്വലി പ്ലാസിബോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഡ്രഗിൻ്റെ അകത്ത് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂൻസ് ഒന്നും ഉണ്ടാവില്ല. പ്ലാസിബോ എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ കൊടുക്കുന്നതാണ്. അതായത് ചില പേഷ്യൻസിന് ചില മരുന്ന് കഴിച്ചാലാണ് അസുഖം കുറയൂ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാവും. സൈക്കോളജിക്കലാണത്. ലൈക്ക് ജെറിയാട്രിക്സ്, അതായത് പ്രായമായവർക്കൊക്കെ ഇന്ന മരുന്ന് കഴിക്കണം, അതൊന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്കിന്ന് വയ്യ, അങ്ങനത്തെ ഒരു തോന്നലായിരിക്കും. സോ അങ്ങനെ ജെറിയാട്രിക്സ് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു പ്ലാസിബോ. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് 3 അതിൻ്റെ ആ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ കൊടുക്കുമ്പോൾ ഫേസ് 3 ആകുമ്പോൾ നമ്മൾ ഒരുപാട് പേഷ്യൻസിന് ആ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ പുതിയ ഡ്രഗ് കൊടുക്കുകയാണ് ഈ പറയുന്ന ഡിസീസ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ചില ടൈമിൽ ചിലവർക്ക് ഈ ഡ്രഗിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു എന്താ പറയുക സൈക്കോളജിക്കൽ തോട്ട്സ് കൊണ്ട് ചിലപ്പോൾ ഡിസീസ് ക്യൂർ ആകും. അപ്പോൾ നമ്മൾ ഡ്രഗ് കഴിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ തന്നെ പകുതി അസുഖം ചിലവർക്ക് മാറും. അപ്പോൾ ഒരു ഡ്രഗ് കൊടുക്കാതെ ഒരു ഗ്രൂപ്പിന് ഫേസ് 3 കുറേ പേഷ്യൻസിന് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഷ്യൻസിൽ അത്രയും നമ്പർ ഓഫ് പേഷ്യൻസിൽ കുറച്ച് പേർക്ക് നമ്മൾ ഡ്രഗ് ഒന്നും ഇല്ലാതെ ഇനേർട്ടായിട്ട്, അതായത് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഇല്ലാതെ എക്സിപിയൻസ് മാത്രം നിറച്ചിട്ട് അങ്ങനെ ഒരു ഡ്രഗ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കും. സോ അതിനകത്ത് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻറ്റും ഇല്ല. അതിനെയാണ് നമ്മൾ പ്ലാസിബോ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്ലാസിബോ ഡ്രഗ് നമ്മൾ ഫേസ് 3 കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഡ്രഗ് കഴിക്കാതെ തന്നെ ഈ ഡ്രഗ് കഴിക്കുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അസുഖം മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഫേസ് 3 പ്ലാസിബോ ഡ്രഗ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ഡിസൈൻ ഓഫ് ഫേസ് 3 ക്ലിനിക്കൽ ട്രയലാണ്. അപ്പോൾ ഫേസ് 3 ക്ലിനിക്കൽ ട്രയലിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഫേസ് 3 എന്താണ്, എത്ര നമ്പർ ഓഫ് വോളണ്ടിയേഴ്സ്, എത്ര പേഷ്യൻസ് ആണ്, എന്ത് ഡ്രഗിൻ്റെ എന്താണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അത്രയും. ദെൻ ഫാർമക്കോ വിജിലൻസ്, അത് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ഫെസിലിറ്റിയാണ് ഈ ഒരു ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാർമക്കോ വിജിലൻസിലേക്കാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഫാർമക്കോ വിജിലൻസിലെ മെമ്പേഴ്സാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിനെ മോണിറ്റർ ചെയ്യുകയും ഒരു ഡ്രഗ് എത്രമാത്രം ADR പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് മാർക്കറ്റിൽ നിന്ന് ഈ ഡ്രഗിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫാർമക്കോ വിജിലൻസ് ടീമാണ്. സോ അത് ഓരോ ഹോസ്പിറ്റലിലും ഈ പറയുന്ന പോലെ ഫാർമക്കോ വിജിലൻസ് ഉണ്ടാകാം, ചില ഹോസ്പിറ്റൽസിൽ ഉണ്ടാകാതെ ഇരിക്കാം. അപ്പോൾ ഈ ഒരു ഫാർമക്കോ വിജിലൻസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫാർമക്കോ വിജിലൻസ് ADR മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇവർ പുതിയ ഓരോ ഡ്രഗ്സ് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ആ ഡ്രഗ്
ആ ഡ്രഗിന് എന്തൊക്കെ ADRകൾ വരുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്കും നമ്മളൊരു മരുന്ന് കഴിച്ച് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായാൽ നമുക്കും ഇത് റിപ്പോർട്ട് ചെയ്യാം. അതിനൊരു ആപ്പൊക്കെ ഉണ്ട്, PVPI എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ആപ്പ് നമുക്ക് മൊബൈലിൽ മീൻസ് പ്ലേ സ്റ്റോറിൽ നമുക്കും അത് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഓരോ സെൻറ്ററുകളുണ്ട്, ഫാർമക്കോ വിജിലൻസ് സെൻറ്ററുകൾ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉണ്ടാവും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ. സോ നമുക്ക് ഇവിടെ പോയിട്ട് ഇന്ന ഡ്രഗ് കഴിച്ചപ്പോൾ എനിക്ക് ഇന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായി എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യാനും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിനെ മോണിറ്റർ ചെയ്യാനും ആ ഡ്രഗിനെ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യണോ, അതായത് ആ ഒരു പുതിയതായിട്ടൊരു മരുന്ന് നമ്മൾ phase 4 ക്ലിനിക്കൽ ട്രയലിൽ പുറത്തോട്ട് മാർക്കറ്റിലോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ ആ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒബ്സർവ് ചെയ്യാനും അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടീം അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഒരു ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ റോളാണ് നമ്മളിപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെഫൈൻ ചെയ്യുക, അതിൻ്റെ റോള് പറയാമെന്നുള്ളതാണ് വിജിലൻസിൻ്റെ. നമ്മളിപ്പോൾ അത് പറഞ്ഞത് തന്നെയാണ്, സിഗ്നിഫിക്കൻസും അത് തന്നെ. ദെൻ അക്യൂട്ട് ആൻഡ് ക്രോണിക് ടോക്സിറ്റിൻ്റെ ഡെഫിനിഷനാണ്. സോ അത് ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി എന്താണെന്നുള്ളത്. അടുത്തത് ടെറാട്ടോജനിസിറ്റി എന്താണെന്ന് പറയാം, 2 എക്സാമ്പിൾ എഴുതാം. ഡ്രഗ് ഫെനിറ്റോയിനോ തൈലിഡോമൈഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഇപ്പോൾ ആൽക്കഹോൾ, അങ്ങനെ കുറേ ഡ്രഗ്സ് ടെറാട്ടോജനിക് എഫക്റ്റ് തരുന്ന ഡ്രഗ്സ് ഉണ്ട്. സോ അതിലേതെങ്കിലും 2 ഡ്രഗ് എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് എക്സാമ്പിൾ എഴുതിയാൽ മതി. അതുപോലെ 4 ഹെപ്പാറ്റോടോക്സിക് ഡ്രഗ്സ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹെപ്പാറ്റോടോക്സിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ്. അപ്പോൾ അത് ഹെപ്പാറ്റോടോക്സിൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കിഡ്നി ഡാമേജ് ആണെന്ന് പറയാം. അതായത് നമ്മുടെ ഹെപ്പാറ്റിക് സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുന്ന ഡ്രഗ്സ് ആണെന്ന് പറയണം. അത് കഴിഞ്ഞ് ഡ്രഗിന് എക്സാമ്പിൾ പറയണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഡ്രഗ്സ് ഒന്ന് നമ്മുടെ ഹൈപ്പോലിപ്പിഡമിക് ഡ്രഗ്സിലെ സ്റ്റാറ്റിൻസ് ഒക്കെ വരുന്നുണ്ട്, അറ്റോർവോസ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ പോലെ ഡ്രഗ്. ദെൻ ആൻറ്റി ട്യൂബർക്കുലാർ ഡ്രഗിലെ റിഫാംപിസിൻ, ഐസോനിയാസിഡ്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന NSAID, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൽ അസെറ്റാമിനോഫെൻ, അതുപോലെ ഡൈക്ലോഫെനാക്ക്, പാരസെറ്റമോൾ, ഇതൊക്കെ ഈ പറയുന്ന ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ്സാണ്. അപ്പോൾ ആ എക്സാമ്പിൾസ് നിങ്ങളവിടെ എഴുതിയാൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സർക്കാഡിയൻ റിതം ഡിഫൈൻ ചെയ്യണം, ഇൻഫ്രാഡിയൻ റിതം ഡിഫൈൻ ചെയ്യണം. സോ രണ്ടും എന്താണെന്ന് ഡെഫിനേഷൻ കൊടുത്തിട്ട് സർക്കാഡിയൻ റിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ അറിയാമല്ലോ. അപ്പോൾ ഒരു 2-3 ലൈൻസ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ എക്സാമ്പിളൊക്കെ അതിനകത്ത് എഴുതാം. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ബയോളജിക്കൽ ക്ലോക്ക്. നമുക്ക് എന്തിനാ ആ ബയോളജിക്കൽ ക്ലോക്ക് വെച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സോ നമ്മൾ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ ബേസിൽ നമ്മൾ ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ക്രോണോഫാർമക്കോളജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രഗിൻ്റെ എഫക്റ്റിനെ മാക്സിമൈസ് ചെയ്യാനും അഡ്വേഴ്സ് എഫക്റ്റിനെ മിനിമൈസ് ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ അത് അവിടെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്കും അതുപോലെ ക്രോണോഫാർമക്കോളജിയും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് യൂണിറ്റ് 2 നിന്ന് ഉള്ളത്.